وبركاته. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനാദരം നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, അനാഥനായി ജനിച്ചു വളർന്ന ലോകത്തിന്റെ നായകസ്ഥാനം ഏറ്റെടുത്ത അന്ത്യപ്രവാചകൻ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുന്ദര ദിനത്തിൽ ആ പ്രവാചകനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കുവാൻ എനിക്ക് വിജയ അള്ളാഹു ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് കല്ലിനെയും മരങ്ങളെയും ആരാധിച്ചിരുന്ന തിന്മയുടെ അന്ധകാരത്തിൽ മൂടപ്പെട്ട മനുഷ്യകുലം എന്താണെന്നറിയാത്ത ഒരു കാട്ടറബി സമൂഹത്തിലേക്കാണ് കാരുണ്യകടലായ അന്ത്യപ്രവാചകൻ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത്. ചെറുപ്രായത്തിൽ തന്നെ അൽ അമീൻ എന്ന ഓമന പേര് ലഭിച്ച നമ്മുടെ നബിക്ക് കുറഞ്ഞ കാലം കൊണ്ട് ആ ജനതക്കിടയിൽ സത്യവും നീതിയും ധർമ്മവും പരത്തുവാനും ജനങ്ങളെ നേർവഴിയിലേക്ക് നയിക്കുവാനും സാധിച്ചു. ജനങ്ങളെ നേർവഴിയിലേക്ക് നയിച്ചതിന്റെ പേരിൽ സ്വന്തം നാടും വീടും കൂട്ടി പോകേണ്ടി വന്ന ആ പ്രവാചകനെ വീണ്ടും കല്ലേറുകളും പീഡനങ്ങളും നൽകിയിട്ടും ഒട്ടകത്തിന്റെ കുടൽമാല കൈത്തിൽ ചാർത്തിയിട്ടും അവസാനം തന്റെ മുമ്പിൽ മാപ്പ് അപേക്ഷിച്ചവർക്ക് യാതൊരു മടിയും കൂടാതെ മാപ്പ് കൊടുത്ത ആ പ്രവാചകൻ ലോകം കണ്ട ഏറ്റവും വലിയ കാരുണ്യകടലാണ്. ആ മുത്തറസൂലിന്റെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനും അവിടുത്തെ മാർഗം പിൻപറ്റി ജീവിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.